അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സുന്ദരി അൽഫോൺസ, വീട് വള്ളിക്കോട്, ഇടവക മുണ്ടൂര്. എൻ്റെ മകൻ ആർമിയാണ്. അവന് വേണ്ടിയ സാക്ഷ്യം പറയണ. അവന് 1 മാസത്തെ നല്ല കഠിനമായ ട്രെയിനിങ് ആയിരുന്നു. അവന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ 3 മണിക്ക് എണീച്ച് 5 മണി വരെയും അവന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവൻ 1ാമനായി പാസ്സായി. പിന്നെ 2ാമത്തെ മകനെ ലൈസൻസ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അതും കിട്ടി. പിന്നെ എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് 1 മണിക്കൂർ ഉറക്കം പോയാൽ നല്ല ക്ഷീണം, ഛർദി, അങ്ങനെ കുഴഞ്ഞു കിടക്കും. അങ്ങനെയുള്ള എനിക്ക് ഇപ്പോൾ 3 മണി തൊട്ട് 5 മണി വരെ പ്രാർത്ഥിച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ രാവിലെ 5:45 ഞാൻ കുർബാനയ്ക്ക് പോകും. പോകുന്ന വഴി പാടമാണ്, പാടം കടന്നിട്ട് വേണം ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ. ആ പോകുന്ന വഴിയിൽ പന്നി, പാമ്പ് അതൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. വീട്ടുകാരൊക്കെ പോകണ്ടെന്ന് പറയും. ഞാൻ മാതാവിനെ കൂട്ടുവിളിച്ച് ലൂക്ക 10:19 വചനം ചൊല്ലിക്കൊണ്ട് പോകും. പാടം എത്തുമ്പോൾ എൻ്റെ മുന്നിൽ മാതാവ് ഉണ്ടാവും, പിന്നിലും ഒരാളുണ്ടാവും. ബസ് സ്റ്റോപ്പ് എത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ എനിക്ക് കാണാൻ പറ്റില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മകന് വേണ്ടി 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ആൾക്ക് അസുഖമുള്ളതാണ്, പക്ഷേ അസുഖം ഉണ്ടായിട്ടില്ല. മാത്രമല്ല മകന് നല്ല ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ട്രെയിനിൽ പാസ്സാവാൻ. 2ാമത്തെ മകന് തടസ്സങ്ങൾ മാറാൻ ലൈസൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല രോഗം മാറി കുർബാനയ്ക്ക് പോകുമ്പോൾ മുമ്പിലും പിമ്പിലും ദൂതഗണങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയും ദൂതന്മാരും കാവൽ നിൽക്കുന്നത് കാണാനും സാധിച്ചു. എല്ലാവരെയും